ഹലോ ഗായ്സ്. ഹലോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു എനർജി, നിങ്ങൾ ആ വൈബ് ഇവിടെ തന്നു കഴിഞ്ഞു. നിങ്ങളുടെ ടീമിന്റെ പേര് വൈഖരി എന്നാണ് അല്ലേ? അതെ, വൈഖരി ഇളമാട്. ഇളമാട് സ്ഥലപ്പേരാണോ? ഇളമാട്. അതെ അതെ. എവിടെ സ്ഥലം? അത് എവിടെയാ? കൊല്ലം ജില്ലയിലെ ആയൂർ ഇളമാട്. ആഹാ. എന്താണ് താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ശരണ്യ. ശരണ്യ എന്ത് ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ ആണ്. കോർഡിനേറ്റർ ആണോ? അതെ അതെ. എത്ര വർഷം? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണോ? അതെ അതെ അതെ. പിന്നെ എങ്ങനെ പോകുന്നു കുടുംബജീവിതമൊക്കെ? നന്നായി പോകുന്നു. കണ്ടിട്ട് ഒരു സ്കൂൾ സ്റ്റുഡന്റിനെ പോലെയാണല്ലോ തോന്നുന്നത്. എന്റെ മകൻ 10ലാണ് പഠിക്കുന്നത്. അയ്യോ, അത് അന്തം വിട്ട കാര്യമില്ല. നേരത്തും കാലത്തും കല്യാണം കഴിക്കണം. 10ാം ക്ലാസ്സിലോ? അതെ അതെ. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് വിശ്വസിക്കുമ്പോ എങ്ങനെ ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കഴിക്കാണ്ടിരിക്കണം, പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടിരുന്ന ഇങ്ങനെയൊക്കെയാ നമ്മളൊക്കെ ജോലി എടുക്കുന്നുണ്ട്. ബട്ട് ഐ എം ടെലിംഗ് യു, ട്രസ്റ്റ് മീ, ശരണ്യ കണ്ട പറയത്തില്ല 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ്. 10ാം ക്ലാസ്സിലേ പഠിക്കുന്നേ പറയുള്ളൂ, അതുപോലെ പറയത്തില്ല. കിടിലം. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇപ്പം വാർഡ് മെമ്പറാണ്. ആഹാ, അടിപൊളി. പിന്നെ ഈ ഇലക്ഷനിൽ ജയിച്ചതാ? അതെ അതെ, ഈ ഇലക്ഷനിലും കഴിഞ്ഞ ഇലക്ഷനിലും 5 വർഷക്കാലം ആയിരുന്നു. ഓക്കെ. പക്ഷേ അപ്പൊ ഈ പിള്ളേരൊക്കെ പഠിക്കുന്നവരാണോ കൂടെ, അതോ നിങ്ങളുടെ കൂടെ അവിടെ പഠിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ടീമിലുള്ളതാണെന്ന് എനിക്കറിയാം. എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള പരിചയം കാര്യങ്ങളൊക്കെ? ഞങ്ങള് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും ഇതിനകത്തുണ്ട്. +2 പഠിക്കുന്ന മക്കളെ അമ്മമാരും ഇതിനകത്തുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയ സിറ്റുവേഷൻ. എനിക്ക് ഇത് കാണുമ്പോ കുറെ വിഗ്രഹങ്ങളാണ്. അത് വെറുതെ വീണുടഞ്ഞു പോട്ടെ, അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ. എന്നാലും കൊതി കൊണ്ട് കൗതുകം കൊണ്ട്. ആരാണ് അമ്മ? 10ൽ പഠിക്കുന്ന മോനുണ്ട്. ഈശ്വരൻ. അടിപൊളി. +1 ആരുടെയാ? പേരെന്നാ? എന്റെ പേര് രോഹിത. മോളുടെ പേര് നിഹാരിക. നിഹാരിക. +2 ഉണ്ടോ? +1 ഉള്ളു. കോളേജ് ഇല്ല. ഓ, രക്ഷപ്പെട്ടു. സമാധാനം. ദൈവം, ഞാൻ ഇനി അടുത്ത് പ്രതീക്ഷിച്ചതേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുമോനോട് പറയുമോ എന്ന് ഞാൻ പേടിച്ചില്ല. പക്ഷെ അത് വന്നില്ല. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇവര് ഡാൻസ് കളിച്ച് ഇവര് ആ എനർജി വൈബ് കൊണ്ടുവന്നു. ഇപ്പൊ ഇവരുടെ ആ ഒരു ഏജ് പറഞ്ഞില്ലെങ്കിലും പിള്ളേരുണ്ട്, ഹൗസ് വൈഫ് ആന്ന് പറഞ്ഞ് നമുക്ക് റോൾ മോഡൽസ് ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ശ്രീവിദ്യ ചേച്ചി വിട്ടേക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ല യു ആർ ടു ഗുഡ് ലുക്കിംഗ്. പക്ഷെ ഞാൻ ശ്രീവിദ്യ എല്ലാ ദിവസവും ഇവിടെ വരുമ്പോൾ പറയും ബട്ടർ മൺ എന്തെങ്കിലും പറഞ്ഞ് എന്റെ തലയിലും കൂടെ നമ്മുടെ ബോഡി ഇനിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ന് മുതൽ നമ്മൾ ഇവരെ പോലെ ആകാം. ഓക്കെ, ഡാൻസ് കളിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണോ നീ ഡാൻസ് കളിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, വേറൊരു കാര്യണ്ട്. അതിന് ഇവരെ പോലെ പിള്ളേരുണ്ടാവണം. എന്നാലല്ലേ റോൾ മോഡൽസ് ആകാൻ പറ്റും. കുഴപ്പമില്ല, ഞാൻ ശ്രമിക്കാം. ഗുഡ്. എന്നിട്ട് ഞാൻ ഈ മാത്രം ശ്രമിച്ചാൽ പറ്റില്ല, അവരോട് ശ്രമിക്കാം. ശ്രീവിദ്യ, നീ ആദ്യം ശ്രമിച്ചോ, പിന്നാലെ ഞാനും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏറ്റവും സീനിയർ ആരാണ്? സീനിയർ അയ്യോ, നീ നിന്നല്ലടി, എലീന ഒഴികെ. അമ്മൂമ്മ മാറിയിരിക്കൂ. സീനിയർ ഇതാണോ? ചുമ്മാ നോണ പറയല്ലേ. മറികെ എന്തു കള്ളത്തരോ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. 39 വയസ്സാവാറായി. ഓ, അമ്മച്ചി 19 വയസ്സിലൊക്കെ ശ്രീവിദ്യ എണ്ണത്തോണിയിലായിരിക്കും. പറയില്ല, നോണ പറയാന്നേ ഞങ്ങൾ പറഞ്ഞു. ശരി, അപ്പൊ ഏറ്റവും ജൂനിയർ ആരായിരിക്കും? ഞാനാണെന്ന് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ് പിന്നെ ജൂനിയർ ആരാണ്? ഏറ്റവും ജൂനിയർ ആരാ? 18 വയസ്സ്, 19 വയസ്സ്, 20, 21, 22, 22 ആരുണ്ട്? 22, 18, 13. അതോടെ എത്ര വയസ്സ്? 13. അയ്യോ, ആരുടെ മോളല്ലല്ലോ. അമ്മയും മോളും ഒന്ന് മാത്സ് ഫോളോയിങ് ഒന്ന് ഒരുമിച്ച് നിൽക്കും. അമ്മയും മോളും രണ്ടോ? ഈശ്വര, ഈ കൊല്ലം ജില്ലയിൽ ഇത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? നമ്മൾ കൊല്ലത്തേക്കാണ് മാറേണ്ട ശ്രീവിദ്യ. ഇത് അമ്മയും മക്കളും ആണോ? ഇത് 3 സിസ്റ്റേഴ്സ്. പേരെന്തോ പറയോ? ആരാണ് അമ്മ, ആരാണ് മക്കൾ? അജിത. ഇതിട്ടിരിക്കുന്നതേ കോസ്റ്റ്യൂമിന്റെ ഭാഗമായിട്ടല്ല. ഞാൻ വെച്ചു ലെൻസ് വെച്ചിട്ട് ഒന്നും ആ മനസ്സിലാവും. ക്യൂട്ടിയുടെ പേരൊന്ന് പറയേ. അജിത. മോടെ പേര് ആദിത്യ ഉദയൻ. അദ്വൈത ഉദയൻ. നിങ്ങൾ 3 പേരും പോകുമ്പോ എന്തായാലും ചോദിക്കാറുണ്ടാവുമല്ലോ സിസ്റ്റേഴ്സ് ആണെന്ന്, ഇല്ലേ? അവൾക്ക് താല്പര്യമില്ല. അവള് നിങ്ങൾക്ക് താല്പര്യം ഇല്ലല്ലേ ഇങ്ങനെ ഒരു അമ്മ, സ്ലിം ബ്യൂട്ടി അമ്മ എന്നുള്ളത്? ഈ അമ്മ പാവാണോ ഭയങ്കര ദുഷ്ട അമ്മയാണോ? അത് തോന്നിയോ? അമ്മ പിച്ചെന്ന് പിറകുന്നു. അമ്മേനെ ഇവരാണ് വരച്ചവരെ നിർത്തുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, കൊള്ളാം കേട്ടോ. നിങ്ങൾ തിരിച്ചു നിന്നോ. സൂപ്പർ. ഇനിയുണ്ടോ അമ്മയും മക്കൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടോ? അമ്മയാരാ? ഹായ് അമ്മ. മകളാരാ? 2 പേരുണ്ട്. അപ്പൊ കുടുംബപരമായ ട്രൂപ്പാണ് എല്ലാരും. ശരി, ഈ ക്യൂട്ടീസിന്റെ പേരുകളോട് നമുക്ക് ചോദിച്ചറിയാം. അമ്മയുടെ പേര് എങ്ങനെയാ? ദീപ. എന്റെ പേര് അനഘ. ഓക്കെ. ആദിത്യ സുരേഷ്. കൊള്ളാം. ഇനിയുണ്ടോ മാച്ച് ദ ഫോളോവിംഗ്? Fill in the blanks ഉണ്ടോ? Suitable. ഒന്നുമില്ലല്ലോ. അനിയത്തിയും ചേട്ടത്തിമാരുണ്ട്. നിങ്ങളാണോ?
ഉറക്കാടെ നിങ്ങൾ രണ്ടും ചേട്ടാ ഇത് സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു കുടുംബമായിട്ട് എല്ലാരും അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അതെ അടിപൊളി ചേട്ടാ. സൂപ്പറായിട്ട്.